ഇതിൽ കയറ്. നമുക്ക് പോകാൻ കാറില്ലേ? മക്കളെ കുഞ്ഞമ്മാനെ കാര്യം അത് വേണ്ട ബാലേട്ടാ, ഞാൻ പറയണ കേക്ക്. ശരി ശരി പോവാം. ഇതൊക്കെ ഈ വണ്ടിയിലോട്ട് കയറ്റി പെട്ടെന്ന് പെട്ടെന്ന്. അച്ഛനെന്തി? അപ്പുറത്തുണ്ട്. നീ ഒരു ദീപം കിട്ടിയില്ല എന്ന് വരും, ഉറക്കണം. അച്ഛനോടും അമ്മയോടും യാത്ര പറയായിരുന്നു, അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. ആലോചിച്ചാൽ താൻ എന്തേലും കൊലസ്റ്റ് പറയും, അതുകൊണ്ടാ പറയാഞ്ഞേ. ഓക്കെ, പാർവതിയുടെ തീരുമാന. ഇനിയുള്ള കാലം ആൽത്തറയിൽ വെച്ച് കൂടാന്ന് പറഞ്ഞിട്ട് മേനോനിപ്പോ ഞങ്ങളെ വിട്ടു പോവല്ലേ? ഇടയ്ക്ക് വരാലോ, എനിക്കിനി വേറെന്താ പണി? അമ്മയെ കാണാനില്ല, മുറിയിലൊക്കെ നോക്കി, അവിടെ ഒന്നുമില്ല. മാറുട്ടിയേ, അമ്മേ അമ്മേ അമ്മേ, മാറുട്ടിയേ അമ്മേ കണ്ടോ? മാറുട്ടിയേ, അമ്മേ 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 അമ്മേ, അവിടെ ഞാനുണ്ടോ? ഇല്ല. എന്റെ ഭഗവതി, നമുക്ക് ആവറ കിട്ടോ? അമ്മേ അമ്മേ, കണ്ടില്ല. മാറുട്ടിയേ, അമ്മേ പാർവതി, പേടിപ്പിച്ച് കളഞ്ഞൂലോ താൻ. എന്തു പറ്റി തനിക്ക്? വിട്ടു പോകാൻ പറ്റണില്ല. ഒക്കെ തീരുമാനിച്ചിട്ട് ഇതിപ്പോ നമ്മുടെ വീടല്ല, പോയേ പറ്റൂ. വരിക, വാ വരിക. എന്തിനാ കരയണേ? നമ്മള് വനവാസത്തിനൊന്നും അല്ലല്ലോ പോണേ, മക്കളുടെ വീട്ടിലേക്കല്ലേ, അല്ലേ നമ്പി? എടോ, ഒന്നിനു പകരം നമുക്കിപ്പോ 2 വീടാ. കണ്ണു തുടക്കേ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണ്ട ഇറങ്ങാൻ. കണ്ണീര് തുടക്കേ. മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളെ. ഞാനില്ലടോ തന്റെ കൂടെ. എത്രയും വേഗം നിന്നെ വന്ന് കാണാനും ഈ വഴിപാട് നടത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണേ. കുത്താനവരം ഭക്തരണ കുത്തു കരിങ്കുത്ത് കളിക്കുക കൊള്ളാം. ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്തോടെ? ഞാൻ പറഞ്ഞാടൂ. അപ്പൊ ഞാനൊന്നും ചെയ്യണ്ട, നിന്റെ മരുമോള് പറഞ്ഞു. റേഷൻ കാർഡ് കിട്ടിയോ? കിട്ടി. ഇതെവിടെ വെക്കണ്ടേ? അച്ഛനെ കൊടുത്തേക്ക്. ഹരിയേട്ടന് എവിടെയെങ്കിലും വെച്ചാ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങോട്ട് താടൂ. ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കണം, അല്ലേ മോളെ? പിന്നല്ലാതെ. എന്തായാലും ഇനി പാലും റേഷനും ഒക്കെ മേടിക്കാൻ അച്ഛൻ തന്നെ പോണ്ടേ? ആ നേരത്ത് പിന്നെ അവിടെ എവിടെയും കിടന്ന് തപ്പണ്ടല്ലോ. മുത്തച്ഛന്റെ കയ്യും കാലും തളർന്നടാ. ചെന്ന് നിന്റെ അച്ഛനോട് ആട്ടാൻ പറ. നീ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? എന്താ ഉള്ള പെട്ടിയും പ്രമാണമൊക്കെ നമ്മുടെ പുറകിൽ വെച്ചിരിക്കുന്നത്? പിന്നല്ലാതെ റോഡിൽ കൊണ്ടുപോയി ഇടാൻ പറ്റുമോ? റോഡിലോ കാട്ടിലോ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല. തട്ടുപിടി സാധനങ്ങളൊന്നും എന്റെ പുറകെ വെക്കാൻ പറ്റില്ല. ചേടാ, 2-3 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് വെച്ചാ? പിന്നെ എവിടെ ഇടാനാ? അച്ഛന്റെ അമ്മയുടെ മുറിയിലോ? അവിടെ അതിനു വേണ്ടിയുള്ള സ്ഥലമൊന്നുമില്ല. അച്ഛന്റെ അമ്മയുടെയും കട്ടിലും അലമാരയും
പിന്നെ എന്റെ മേശയും പെട്ടിയും ഒക്കെ കൂടി ഇട്ടാ പിന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ? ഒരു പണി ചെയ്യാൻ ശ്യാമളെ, ഞങ്ങളുടെ കട്ടിലഴിച്ച് മോളിലെങ്ങാനും കയറ്റി വെക്കാം. കട്ടിലിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂന്നൊന്നും ഇല്ലല്ലോ. ഇത് നിന്റെ വീടാ, നിന്റെ സൗകര്യ, ഞങ്ങളുടെ സന്തോഷം. ഓ മേന്നെ, എന്താ മുഖത്തിനൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. കട്ടില് പോയതിന്റെ ദേഷ്യ? അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെന്താ, വെളുപ്പാങ്കാലത്ത് പാല് വാങ്ങിക്കാൻ പോണോന്ന് പറഞ്ഞതുകൊണ്ടാ? അതത്ര കാര്യാക്കാനുണ്ടോ? വേറെ ആരാ ഉള്ളത്? ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കണ അവനെ വെളുപ്പിനെ ബുദ്ധിമുട്ടിക്കണേ ശരിയാണോ? പിന്നെ ശ്യാമളയോ രാധികയോ പോണം. വെളുപ്പിനെ അവരെ നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോണം. അതിന് മേനൻ സമ്മതിക്കോ? പുറകെ മേനും വരും. അപ്പൊ പിന്നെ ഏതാ നല്ലത്? കുട്ടികളുടെ സൗകര്യല്ലേ നമ്മുടെ സന്തോഷം. വരൂ, വന്ന് ഊണ് കഴിക്കൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ശ്യാമള പറഞ്ഞു. ശ്യാമളെ? ഇവിടിപ്പോ ശ്യാമളയാണോ തീരുമാനങ്ങൾ എടുക്കണത്? നീയായിരുന്നല്ലോ തറവാട്ടമ്മ. ഇതവരുടെ വീടല്ലേ. ഓ, അപ്പൊ പാർവതി മന്ദിരം ഒന്ന് പേരിട്ടിരിക്കണത് തന്നെ സോപ്പിടാൻ വേണ്ടി മാത്രല്ലേ? വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുക. ആ പോട്ടെ, അതിലൊന്നും എനിക്ക് വിഷമില്ല പാർവതി. പക്ഷെ ഈ റേഷൻ കാർഡിൽ ഇങ്ങനെ ചതി കാണിക്കേണ്ടിയിരുന്നില്ല. എന്താ? കുടുംബനാഥൻ എന്നുള്ള സ്ഥലത്ത് എന്റെ പേരല്ലേ എഴുതേണ്ടിയിരുന്നത്? അതിപ്പോ താഴോട്ടിറങ്ങി. ഇതിൽ കുടുംബനാഥൻ ഹരികൃഷ്ണ മേനോന, അതീ താഴെ അവന്റെ ഭാര്യ, അതീ താഴെ ഉണ്ണിക്കുട്ടൻ, അതിലും താഴെയാ നമ്മള്, വെറും അച്ഛനും അമ്മയും. പിന്നെ ഒരു സന്തോഷമുണ്ട്, ഇതിലും എന്റെ തൊട്ട് താഴെയാ തന്റെ പേര്. ഇതാ നോക്ക്. വരൂ, നമുക്ക് ഓർക്കിഡിന്റെ രണ്ടോന്ന് വെറൈറ്റി വാങ്ങിക്കണം. ആ മേരി തോമസിന്റെ വീട്ടിൽ എന്തുമാത്രം വെറൈറ്റി ഉള്ളതെന്നറിയോ? ഓർക്കിഡ് ഇപ്പൊ എന്താ വിലയെന്ന് നിനക്കറിയോ? ആഹാ, പാല് വാങ്ങിച്ചോണ്ട് വന്നിട്ട് പിന്നെ കിടന്ന് തുടങ്ങിയോ? ആ, വല്ലാത്തൊരു ക്ഷീണം. ആ, അതിങ്ങനെ വെറുതെ ഇവിടെ കുത്തിരിക്കുന്നുണ്ടോ? ഓഹോ, ഉണ്ണി വീഴും. ചെന്ന് കുളിക്കുണ്ണി. എണ്ണ തേക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. ചെല്ലു മക്കളെ. ഇംഗ്ലീഷ് പത്രം അല്ലേ? അതെ, അയലൊക്കത്തെ വീട്ടിലൊക്കെ ഇംഗ്ലീഷ് പത്ര. ഹരിയേട്ടന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ വരണതല്ലേ. അത് മാത്രമല്ല, അച്ഛനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഗോപീഷ്ണ അടുത്തേക്ക് പോവല്ലേ. പത്രക്കാരനോട് ചോദിക്കാഞ്ഞിട്ടല്ല, ഇടവിട്ട് മലയാള പത്രം ഇടാൻ അവന് ബുദ്ധിമുട്ടാണത്രേ. ഞാനാണെങ്കിൽ പത്രം വായിക്കാറില്ല. വെറുതെ എന്തിനാ ഒരു വേസ്റ്റ്? അച്ഛനെ കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിക്കേ, വെറുതെ ഇരിക്കല്ലേ. ഫ്ലുവൻ്റ് ആവട്ടെ. എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ ഇത്തിരി ആശൂഷൊക്കെ അടിച്ചു ചെത്താം. കൃഷ്ണമായ നിവാസ്. മേലേപ്പുരയ്ക്കൽ എന്ന് വെച്ചാൽ ഒരു തറവാടുത്തില്ല ഉണ്ടോ? ടൗണല്ലേ. ടൗണിൽ തറവാടുത്താൻ പാടില്ല എന്നുണ്ടോ? അതല്ല, നമ്മുടെ പട്ടിക്കാട്ടിലെ പോലെയാണോ? മേലേപ്പുരയ്ക്കലെന്ന് പറഞ്ഞ ഒരു പരിഷ്കാരം ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും കുട്ടികൾക്ക്. ചന്ദ്രശേഖര മേനോൻ, പാർവതി അമ്മ എന്നൊക്കെയുള്ള പേരും ഇനി പരിഷ്കരിക്കേണ്ടി വരുവോ ആവോ. ഇത്ര വേഗം ഈ ചെടികളൊക്കെ വളർന്നോ? ഇത് ഇവര് വളർത്തണതല്ല, വല്ലൂരും വളർത്തണത് കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് വെക്കണതാ. ഓ, ആഹാ, എത്തിയോ? ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. രാധിക എവിടെ? കോളേജ് വിട്ടാ അവള് നേരെ ഇങ്ങോട്ട് വരും. വരൂ. നല്ല പണിയാ കാണിച്ചത് രണ്ടാളും. വന്നിട്ട് ഓഫീസിൽ പോകാന്ന് കരുതി കാത്തിരുന്ന് വേറെ ഇറങ്ങി. ഇപ്പൊ സമയത്രയെന്നറിയോ? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഞങ്ങളോ? ഈയാളാ വൈകിച്ചത്. കാലത്തെ മുതൽ കുളിയോട് കുളി,
ഞാൻ ഇന്നലെ വൈകിട്ട് കുളിച്ചങ്ങ് റെഡിയായി. അതങ്ങോട്ട് കൊടുക്ക. മോളെ നല്ല പഴുത്ത കുറെ പേരയ്ക്ക, അത് ആദ്യം എടുത്തു. ഓ വല്ലാത്തൊരു നടുവേദന. ഈ ബസ്സിൽ തൂങ്ങി പിടിച്ച് കിടന്നേ. എന്താ തിരക്ക് ബസ്സിനുള്ളിൽ. എടോ ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാ. ഗോപിയുടെ അച്ഛനും അമ്മയും വന്നേക്കണ്. എവിടെ? വരുമെന്ന് ഗോപി പറഞ്ഞു. കാത്തിരുന്നൊന്നും മയങ്ങിപ്പോയി. ഗുളിക കഴിച്ചതിന്റെ ക്ഷീണമാണെന്നേ. സുഖല്ലേ മേന്നെ? അതെ, പരമസുഖ. മായയും ഗോപിയും കൂടെ വന്ന് വിളിച്ചപ്പോ വീട് അടച്ചു പൂട്ടി ഞങ്ങൾ ഇങ്ങ് പോന്നു അല്ലേ? സുഖമില്ല, ശ്വാസം മുട്ടലുണ്ടേ. ഇവിടെ ആകുമ്പോ നല്ല ഡോക്ടർമാരാരെങ്കിലും കാണിക്കാന്ന് മായ പറഞ്ഞു. അതുമല്ല വയസ്സാങ്കാലത്തിന് മരുമോ നോക്കില്ലെന്ന് വെച്ചാ മേലേപ്പുറക്കിൽ ആർക്കല്ല അച്ഛൻ്റെ നാണക്കേട്. തീർച്ചയായിട്ടും അച്ഛന് ലോകവരം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. നന്നായി. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എതിരൊന്നും പറയില്ലാന്ന്. അച്ഛൻ വല്ല ബഹളം ഉണ്ടാക്കുന്നു പറഞ്ഞ് പേടിച്ചിരിക്കായിരുന്നു ഗോപിയേട്ടൻ. ഇപ്പഴെന്തായി? മോനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. 1.5 കൊല്ലം ആയില്ലെങ്കിലും അച്ഛന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോപിയേട്ടൻ അറിയില്ല അല്ലേ അച്ഛാ? പിന്നെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിൽ കിടക്കുന്ന അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയ അപ്പൊ ഞാൻ പറഞ്ഞു വിടും. ഹാളിൽ കിടക്കുന്നോണ്ട് അച്ഛന് ദേഷ്യമൊന്നുമില്ലല്ലോ. ഏയ് സന്തോഷേ ഉള്ളൂ. ഹോളിലാവുമ്പോ മുറിയിൽ അടച്ചു കിടക്കണ അത്ര വിമിഷ്ടമുണ്ടാവില്ല. ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 2 ആൾക്കും കൂടി ഒരു തിരുവാതിര കളിയാവാം. എന്താ? രണ്ടൂന്ന് ഡോക്ടർമാരെ കാണിച്ചു, ഒരു കുറവുമില്ല. ഓഹോ, നിങ്ങളുടെ മുറിയിൽ നിന്ന് കുമുകുമാന്ന് പുതവരണോ? വല്ല തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ടോ? നോക്കി. ഗോപി ഉണ്ടല്ലോ മുറിയില്. ഓഹോ, എന്നിട്ടൊരു അനക്കമില്ലല്ലോ. വാതിലും കുറ്റിട്ടിടന്ന് ഉറങ്ങാവും കുമാരനൻ. ഞാൻ നോക്കാം. അച്ഛനോട് നിന്നു, ഞാൻ നോക്കിക്കോളാം. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഗോപിയേട്ടാ. എന്താ? ഒരാഴ്ച കുശാലായിട്ട് പുകച്ച് ഊതിയതല്ലേ, ഇനിയും നിർത്താറായില്ലേ? എന്താ പോകാൻ അച്ഛൻ ചോദിക്കുക. എന്തൊരു കഷ്ടമായത്. 4 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞിട്ട് സ്വാതന്ത്ര്യമായിട്ട് സേർട്ട് വിളിക്കാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ എന്തിനാ തീയും പോകാൻ അന്വേഷിച്ച് നടക്കണേ? വയസ്സാലത്തോടെ രാമായണം വായിച്ചിരിക്കാനുള്ളതിന് വെറുതെ ശല്യം ഉണ്ടാക്കാനായിട്ട്. അതെ അച്ഛാ, അച്ഛാ കൊതുകെ കൊതുകുതിരി കത്തിച്ചു വെച്ചോണ്ട് മുറിയിലാകെ പോകുകയാ. എന്ന് വെച്ച് കത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏയ് പറ്റില്ല. 4-5 ലക്ഷം രൂപ മുടക്കി സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് പിന്നെ കൊതുകിനെ പേടിച്ച് ഓടാൻ പറ്റുമോ? മോളെ, സകല മുറിയിലും കൊതുക് കത്തിച്ച് വെക്കാൻ പറയാം അവനോട്. ശരിക്കും പോച്ചാ പിന്നെ താൻ പേടിക്കണ്ട. ഇനി ഈ വീട് മുഴുവൻ കത്തി എരിഞ്ഞാലും വായ തുറക്കില്ല ഞാൻ. ഒരേ ഉം